നാട്ടികയിൽ 5 പേരുടെ മരണത്തിനിടയാക്കിയ ലോറി അപകടത്തിന് കാരണം മദ്യലഹരിയിലായിരുന്നതെന്ന് ക്ലീനർ അലക്സിന്റെ മൊഴി. 20 സെക്കൻഡ് കണ്ണടച്ചു പോയെന്നും വണ്ടി എന്തിലോ തട്ടുന്നുവെന്ന് തോന്നിയപ്പോൾ പെട്ടെന്ന് വെട്ടിച്ചപ്പോഴാണ് നിലവിളി കേട്ടതെന്നും അലക്സിന്റെ കുറ്റസമ്മത മൊഴിയിൽ പറയുന്നു. അപകട സമയത്ത് ലോറി ഓടിച്ചിരുന്നത് അലക്സ് ആയിരുന്നു. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ 2 ദിവസത്തിനകം പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും. വിവരങ്ങളുമായി ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ജെയ്സൺ ചാമോളപ്പിൽ. ഇപ്പോൾ വണ്ടി ഓടിച്ചിരുന്ന ക്ലീനർ അലക്സ് ഇന്നലെ ജെയ്സൺ കൃത്യമായി റിപ്പോർട്ട് ചെയ്തതുപോലെ അശ്രദ്ധ കൊണ്ട് മദ്യപിച്ചിരുന്ന ഒരാൾ വരുത്തിയ ഒരു അപകടം എന്ന് തന്നെയുള്ള മൊഴിയാണ് നൽകുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് സുജയ. തീർച്ചയായും മദ്യലഹരിയിൽ തന്നെയായിരുന്നു എന്ന് അലക്സ് കുറ്റസമ്മത മൊഴി നൽകിയിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഡ്രൈവർ ജോസും ലഹരിയിലായിരുന്നു. ക്ലീനറാണ് വണ്ടി ഓടിച്ചിരുന്നത്. വലിയ നിലവിളി കേട്ട് ലഹരിയിൽ വണ്ടി ഓടിക്കുന്നതിനിടയിൽ മയങ്ങിപ്പോകുന്നു. പിന്നീട് ബാരിക്കേഡ് തകർത്ത് ഇടിച്ചു കയറുന്നു. ഇതിലാണ് നിയന്ത്രണം വിട്ട് ആളുകളുടെ ദേഹത്തുകൂടി കയറുന്നപ്പോൾ നിലവിളി കേട്ടാണ് ഈ സംഭവം മനസ്സിലാവുന്നത്. അതുപ്പോൾ തന്നെ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയെന്നാണ് അലക്സ് ഇപ്പോൾ കുറ്റസമ്മത മൊഴിയിൽ നൽകിയിരിക്കുന്നത്. വൈകിട്ട് 5 മണിയോടുകൂടി കണ്ണൂർ ഭാഗത്തു നിന്ന് മരത്തിൽ ലോറി കയറ്റി വരികയായിരുന്നു. അപ്പോൾ തന്നെ മദ്യപിച്ച് തുടങ്ങിയിരുന്നു എന്നാണ് അലക്സ് കുറ്റസമ്മത മൊഴിയിൽ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യലിനും മറ്റുമായി 2 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് ഇപ്പോൾ തന്നെ കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. മറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചികിത്സയിൽ കഴിയുന്നവരുടെ സ്ഥിതിയാണ്. ഒരാളുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു. പക്ഷേ മറ്റ് പരിക്കേറ്റവരുടെ കുറേശ്ശെ ഭേദപ്പെട്ടു വരുന്നുണ്ട്. പക്ഷേ ഒരാളുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. സുജയ.